കാട് കയറി മൂടി സംരക്ഷണ ഭിത്തിയില്ലാതെ കിടന്ന 30 അടി താഴ്ചയുള്ള കനാലിലേക്ക് കാർ മറിഞ്ഞ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാണക്കാരി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന മൂവാറ്റുപുഴ ഇറിഗേഷന്റെ ഉപകനാലിലാണ് കാർ മറിഞ്ഞത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ കാണക്കാരി അമ്പലപ്പടി അതിരമ്പുഴ റോഡിലെ മില്ലുംപടി ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കാർ ഓടിച്ചിരുന്ന കാണക്കാരി സ്വദേശിയായ ഗൗതം അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും വാഹനം പൂർണ്ണമായും തകർന്നു. പ്രധാന റോഡിൽ നിന്ന് കനാൽ റോഡിലേക്ക് പ്രവേശിക്കുന്ന വളവിലാണ് അപകടം ഉണ്ടായത്. വില്ലുംപടി ഭാഗത്തു നിന്ന് കാണക്കാരി ആശുപത്രി പടിയിലേക്ക് പോകുന്ന കനാൽ റോഡിൽ വാഹനം മറിയുന്ന 3ാമത്തെ അപകടമാണിത്. കനാൽ സംരക്ഷണ ഭിത്തി ഇല്ലാതെ കാടുമൂടി കിടക്കുന്നതും വാഹനം ഓടിക്കുന്നവർക്ക് കനാൽ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അപകടങ്ങൾക്ക് പ്രധാന കാരണമായി യാത്രക്കാർ പറയുന്നു. കാൽനട യാത്ര പോലും ഇവിടെ ദുസ്സഹമാണ്. കനാലിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടന്നിരുന്നെങ്കിലും നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. ഇറിഗേഷൻ വകുപ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാമെന്ന ധാരണയായതിനാലാണ് ഇത് നിർത്തിയത്. പൊതുപ്രവർത്തകനായ ജോർജ് മരങ്ങോലി, ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സംരക്ഷണ ഭിത്തിയുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. എന്നാൽ ഫണ്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് കനാലിന്റെ വശങ്ങളിലെ കാടുകൾ വെട്ടിമാറ്റി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് യാത്ര സുരക്ഷിതമാക്കണമെന്ന് ജോർജ് മരങ്ങോലി ആവശ്യപ്പെട്ടു. കാണക്കാരി കനാലാണ് ഇത്, ഉപകനാല് നടക്കുന്ന ഒരു അപകടത്തിൻ്റെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഒരു കാറ് വന്ന് ഇന്നലെ രാത്രി 2 മണിക്ക് വന്ന് അപകടത്തിൽപ്പെട്ട് കനാലിൽ പോയതാണ്. അതിൻ്റെ അകത്ത് അപകടമൊന്നുമില്ല. 2 മണിക്ക് നടന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ആ പയ്യൻ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് പോലീസുകാർ വന്ന് സ്റ്റേഷനിൽ അവർ വന്നിട്ട് ആശുപത്രി കൊണ്ടാക്കി. കുഴപ്പമൊന്നും ഇല്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഈ കനാലിൻ്റെ അവസ്ഥ നേരത്തെയും നമ്മൾ പല പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തതാണ്. ഇപ്പോഴത്തെ കനാലിൻ്റെ അവസ്ഥ നോക്കുക. ഈ സൈഡിലേക്ക് ഈ വഴി പോലും കാണാൻ മേലാത്ത അവസ്ഥയുടെ കനാലിൻ്റെ സ്ഥിതി. ഈ കനാലിൻ്റെ അവസ്ഥ മുഴുവനും ഇത് വെട്ടിക്കളയണമെന്നും ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ രീതിയിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു ഭിത്തി കെട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ പരാതി കൊടുത്തതാണ്. നേരത്തെ തൊഴിലുറപ്പ് പദ്ധതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കനാലിൽ ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നതാണ്. ഈ കുറച്ച് കാലമായിട്ട് പഞ്ചായത്ത് വേണ്ട, ഇറിഗേഷൻ തന്നെ നേരിട്ട് നടത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതും അവരുടെ കയ്യിലോട്ട് തിരിച്ചു കൊടുത്തത്. അതിൻ്റെ ഒരു അപര്യാപ്തത ഇപ്പോൾ ഈ കനാലിൽ കാണുന്നുണ്ട്. നിങ്ങളെന്നെ കാണുമ്പോൾ ഈ കനാലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിനും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തതാണ്. ആ പരാതി അടിസ്ഥാനത്തിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അവർ പറയും ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പും ഇതുപോലെ 2 അപകടങ്ങൾ ഇവിടെ ഉണ്ടായി. ഒരു ജീപ്പ് മറിഞ്ഞ് ഒരു ബൈക്കുകാരൻ പോയി. അന്നും ഇതുപോലെ തന്നെ ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി കൊടുത്തതാണ്. എന്നിട്ടും യാതൊരു നടപടിയും ഇല്ല. ഈ ഒരു അപകടം കൂടി കണ്ടതിന് ശേഷം ഈ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും നടപടി എടുക്കുകയാണെങ്കിൽ മാത്രമേ ഇവിടെ ഈ വഴിയിൽ കൂടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. i4u ന്യൂസ്, ഏറ്റുമാനൂർ.